സിനിമാ ലൊക്കേഷനുകളിലെ പുറംപോക്കിൽ ചില പതിവ് മുഖങ്ങൾ കാണാറുണ്ട്. സ്ക്രീനിൽ മിന്നിമറഞ്ഞു പോകുന്ന വഴിപോക്കരുടെ റോളിലേക്ക് ഊഴം കാത്ത് ഓരം മാറി നിൽക്കുന്നവർ. കാശും ഭക്ഷണവും കിട്ടിയാലായി. രാജ്യത്തെ മികച്ച നടനുള്ള പുരസ്കാരം വരെ നേടിയെടുത്ത സലീം കുമാറിനും ഉണ്ടായിരുന്നു അത്തരമൊരു ഭൂതകാലം. മിമിക്രിയിലും മിനി സ്ക്രീനിലും പേരെടുത്ത ശേഷമാണ് സലീം സിനിമയിലെത്തിയത്. തുടക്കത്തിൽ ചെറുവേഷങ്ങൾ. 4-5 സിനിമകളിൽ അഭിനയിച്ച ശേഷവും വീട്ടിലൊരു ഫോണുമില്ലായിരുന്നു. ചിറ്റാറ്റുകര മരണസഹായ സംഘത്തിലെ ഫോൺ നമ്പറായിരുന്നു കോണ്ടാക്ടിന് നൽകിയത്. സിബി മലയിലിന്റെ നീ വരുവോളം സിനിമയിൽ നിന്ന് പാതി വഴിയിൽ ഒഴിവാക്കിയതറിയാതെ വീട്ടിലേക്ക് മടങ്ങിയ അനുഭവമുണ്ട്. ഒരു ബ്രേക്കിന് ശേഷം തിരിച്ചെത്താനാണ് നിർദ്ദേശിച്ചിരുന്നത്. പ്രൊഡക്ഷൻ ടീം ടിക്കറ്റുമായി എത്തുമെന്ന് പ്രതീക്ഷിച്ച് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കാത്തിരുന്ന ദിവസം പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ കൊടുത്ത 20 രൂപ കൊണ്ടാണ് അന്ന് വീടണഞ്ഞത്. കടം കൊടുത്ത അപരിചിതൻ സലീമിന്റെ അനുകരണ കലയുടെ ആരാധകനായിരുന്നു. അഭിനയം പോരെന്ന് പറഞ്ഞ് അന്ന് സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതാണെന്ന് പിന്നീടാണ് അറിഞ്ഞത്. ചില തെറ്റിദ്ധാരണകളും സംഭവിച്ചിരിക്കാം. സിനിമയ്ക്കുള്ളിലെ സിനിമ അന്ന് അറിയില്ലായിരുന്നുവെന്നാണ് സലീം കുമാർ പറഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം സിബി ജൂറി ചെയർമാനായിരുന്ന സമിതി സലീം കുമാറിനെ മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത് വലിയ കടംവീട്ടൽ കൂടിയായി. കോമഡിയിൽ ജഗതി മാള പപ്പു ത്രയത്തിന്റെ തേരോട്ടത്തിന് ശേഷം വന്നെത്തിയ തലമുറയിലായിരുന്നു സുരാജ് വെഞ്ഞാറമൂടും സലീം കുമാറും ഹരിശ്രീ അശോകനുമെല്ലാം. പ്രേക്ഷകരുടെ കയ്യടി നേടിയതോടെ ഇവർ സിനിമയുടെ പ്രധാന ചേരുവയായി. ആ ട്രാക്കിൽ നിന്ന് മാറി സലീമിനെ തേടിയെത്തിയ ക്യാരക്ടർ റോളായിരുന്നു അച്ഛനുറങ്ങാത്ത വീടിലെ സാമുവൽ. 2006 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം കിട്ടിയത് ഇതിലെ അഭിനയത്തിലാണ്. നല്ല വേഷങ്ങൾക്കായി എന്തു ത്യാഗവും ചെയ്യാൻ സലീം കുമാർ മടിച്ചില്ല. നിർമ്മാതാവിന്റെ പിന്മാറ്റത്തിൽ പ്രതിസന്ധിയിലായ അച്ഛനുറങ്ങാത്ത വീടിനെ താങ്ങി നിർത്തിയത് സലീമിന്റെ ഭാര്യയുടെ ആഭരണങ്ങൾ പണയം വെച്ച തുക കൂടിയാണ്. നല്ല അവസരങ്ങൾ സാർത്ഥകമാക്കാനുള്ള സലീം കുമാറിന്റെ ത്യാഗത്തിൽ നിന്നാണ് 2011 ആദാമിന്റെ മകൻ അബു സിനിമയിലെ കേന്ദ്ര കഥാപാത്രത്തിലെത്തിച്ചത്. കൊമേഴ്ഷ്യൽ മൂല്യമില്ലാത്ത സിനിമയുടെ വിതരണത്തിലും നടൻ പങ്കാളിയായി. ഭാര്യയ്ക്കൊപ്പം ഹജ്ജ് ചെയ്യണമെന്നത് അന്തിമ അഭിലാഷമാക്കി പ്രേക്ഷകരെ കരയിച്ച അബുവെന്ന 75-കാരൻ മക്കയിലേക്ക് താൻ സ്വരുക്കൂട്ടിയ തുട്ടുകൾ മാത്രം പോരെന്ന് മനസ്സിലാക്കി ആത്മശുദ്ധിയുടെ അറിയാത്ത തലങ്ങൾ തിരിച്ചറിഞ്ഞ അബുവിലൂടെ സലീം നേടിയത് മികച്ച നടനുള്ള ദേശീയ അവാർഡ്. കരിയറിന്റെ പീക്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടെപ്പിറപ്പായപ്പോഴും സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സലീമിന്റെ പ്രതികരണങ്ങളെല്ലാം കുറുക്കിക്കൊള്ളുന്നതായിരുന്നു. അവിടെയെല്ലാം വല്ലാത്ത ശൂന്യത അവശേഷിപ്പിച്ചാണ് സലീം കുമാർ വിടവാങ്ങിയിരിക്കുന്നത്. ഒരു സിനിമ തരുന്നതിനേക്കാളും കൂടുതൽ ചിരിയൊക്കെ ചിലപ്പോൾ ഒരൊറ്റ ട്രോൾ തരാറുണ്ട്. സലീം കുമാർ ഒരിക്കൽ പറഞ്ഞ വാചകത്തിൽ മലയാളികളുടെ ട്രോളുകളിൽ നിറഞ്ഞ താരത്തിന്റെ മനസ്സുണ്ടായിരുന്നു. മലയാളത്തിലെ ട്രോളന്മാർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച താരങ്ങളിൽ ഒരാൾ സലീം കുമാർ തന്നെയാണ്. എന്തുകൊണ്ടാണ് ട്രോളർമാർ സലീമിനെ ഇത്രയ്ക്ക് ഇഷ്ടമായതെന്ന് ചോദിച്ചാൽ അതിന് സലീം പറയുന്നൊരു മറുപടിയുണ്ട്. എന്നെ എന്തിനാണ് ട്രോളർമാർ ഇങ്ങനെ ഏറ്റെടുത്തതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ട്രോളർമാരോട് തന്നെ അതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. നമ്മളൊരു ഡയലോഗ് പറയുമ്പോൾ അതിന്റെ ഭാവം കൃത്യമായി മുഖത്ത് വരണം. അത് നന്നായി വരുന്നത് കൊണ്ടാണ് എന്റെ ചിത്രങ്ങൾ ട്രോളുകളിൽ കൂടുതലായി ഉപയോഗിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. സത്യത്തിൽ ഞാൻ എന്ന നടന് കിട്ടുന്ന വലിയ അവാർഡ് തന്നെയല്ലേ ആ വാക്കുകൾ. ആദ്യം എന്റെ ചിത്രങ്ങൾ വെച്ചുള്ള ട്രോളുകൾ വാട്സപ്പിലൊക്കെ വരുമ്പോൾ സന്തോഷവും കൗതുകവും ഒക്കെ തോന്നുമായിരുന്നു. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. സലീം താൻ നായകനായ ട്രോൾ നയം പ്രഖ്യാപിച്ചു. ട്രോളർമാരെ അങ്ങേയറ്റം അംഗീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്ത ഒരു കലാകാരനായിരുന്നു സലീം കുമാർ. നമ്മുടെ ട്രോളന്മാരെ സമ്മതിക്കണം. അവർക്ക് ഈ ട്രോൾ ഇറക്കിയത് കൊണ്ട് 5 പൈസയും ലാഭമില്ല. പക്ഷെ അപാരമായ ക്രിയേറ്റിവിറ്റിയാണ് അവരുടേതെന്ന് സലീമിന്റെ വാക്കുകളിൽ ഒരു കലാകാരന്റെ മനസ്സുണ്ടായിരുന്നു. കയ്യിൽ നിന്നിടുന്ന ഡയലോഗുകൾ ഹിറ്റാക്കാൻ കഴിയുന്ന മാന്ത്രികതയും സലീം കുമാറിനുണ്ടായിരുന്നു. ഡബ്ബിംഗ് സമയത്ത് ചിലപ്പോൾ വെറുതെ കയ്യിൽ നിന്നെടുത്തിരുന്ന ഡയലോഗുകളും ഉണ്ടാകും. ആ സമയത്ത് നാവിൽ വരുന്ന ചിരിയായിരിക്കാം അത്. അതിൽ പലതും പിന്നീട് സൂപ്പർ ഹിറ്റ് ആവുന്നത് കണ്ട് ഞാൻ അമ്പരന്നിട്ടുണ്ട്. ശശി എന്ന പേര് കോമഡിയായത് ചതിക്കാത്ത ചന്തു എന്ന സിനിമയോടെയാണ്. ഈ രാജാവിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ ശശി തിരുവിതാംകൂർ രാജാവ് എന്നൊക്കെ അപ്പോൾ കയ്യിൽ നിന്ന് എടുത്തിട്ടതാണ്. അതുപോലെ നരൻ എന്ന ചിത്രത്തിൽ വഞ്ചിയിൽ പോകുമ്പോൾ വിൻഡോ സീറ്റിലിരിക്കാമെന്ന് പറയുന്ന ഡയലോഗും പെട്ടെന്ന് കയ്യിൽ നിന്നിട്ടതാണ്. വഞ്ചിയിൽ എന്ത് വിൻഡോ സീറ്റ്? എന്നാൽ വിൻഡോ സീറ്റിനോടുള്ള മലയാളികളുടെ ഇഷ്ടം ഒക്കെ ഓർത്ത് വെറുതെ ഡബ്ബിംഗ് സമയത്ത് പറഞ്ഞതാണ് അത്. പക്ഷെ സിനിമ ഇറങ്ങിയപ്പോൾ ആ ഡയലോഗും ചിരി ഹിറ്റായി. സലീം ഓർത്തെടുത്ത വാക്കുകളിൽ നിറയെ ചിരിമഴയായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.